ഹായ് സ്റ്റുഡൻസ്, നമുക്ക് കോറിലേഷൻ റിഗ്രഷൻ അനാലിസിസിനകത്തുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഓൾറെഡി നമ്മൾ ആ ക്ലാസ്സിൽ കോറിലേഷൻ റിഗ്രഷൻ അനാലിസിസിലെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഡേറ്റ സെറ്റ് തന്നാൽ അതിൻ്റെ കോറിലേഷൻ കണ്ടുപിടിക്കുക, ഒരു ഡേറ്റ സെറ്റ് തന്നാൽ അത് വെച്ചിട്ട് റിഗ്രഷൻ ലൈൻസിനെ കണ്ടുപിടിക്കുക, അതായത് ഫൈൻഡ് ദ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. അതൊരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതിന് നമുക്ക് എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് തന്നിട്ടുണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? റോ ഈസ് ഈക്വൽ ടു നമ്മുടെ സാധാരണ ഫോർമുല കോവേരിയൻസ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് എക്സ് ഇൻറ്റു വേരിയൻസ് ഓഫ് വൈ എന്ന റോയുടെ ഫോർമുല ഉപയോഗിച്ച് നമ്മൾ കോറിലേഷൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കും. അത് ഒരു ഡയറക്റ്റ് എസ്സേ ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാം. അല്ലെങ്കിൽ എങ്ങനെയാകാം? ചിലപ്പോൾ അതിനു പകരം നമുക്ക് എന്തായിരിക്കും, യു വിൽ ബി ഗിവൻ മേ ബി കുറച്ച് ഡേറ്റ സെറ്റ് തന്നിട്ട് നമുക്ക് റിഗ്രഷൻ ലൈൻസ് കണ്ടുപിടിക്കാൻ പറയും. ഓർമ്മയുണ്ടല്ലോ റിഗ്രഷൻ ലൈൻസിന്റെ ഇക്വേഷൻ? റിഗ്രഷൻ ലൈൻ വൈ ഓൺ എക്സ് എന്ന് പറഞ്ഞത് വൈ മൈനസ് വൈ ബാർ ഇസ് ഈക്വൽ ടു എന്തായിരുന്നു? കൊവേരിയൻസ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഇൻറ്റു എക്സ് സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. ഇത് റിഗ്രഷൻ ലൈൻ വൈ ഓൺ എക്സ്. അതേപോലെ റിഗ്രഷൻ ലൈൻ എക്സ് ഓൺ വൈ ഉണ്ട്. അപ്പൊ ചിലപ്പോൾ നമ്മളോട് ഡയറക്റ്റ് ആയിട്ട് റിഗ്രഷൻ ലൈൻ എക്സ് ഓൺ വൈയോ റിഗ്രഷൻ ലൈൻ വൈ ഓൺ എക്സോ കണ്ടുപിടിക്കാൻ പറയും. അല്ലെങ്കിൽ എന്താണ് പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളത്? നമ്മൾ സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്തായിരുന്നു സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ്? 1 മൈനസ് 6 ഇൻറ്റു സമ്മേഷൻ ഡി ഐ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു എൻ സ്ക്വയർ മൈനസ് 1. ഇതിനെ നമ്മൾ റോ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് എക്സിന്റെയും വൈയുടെയും റാങ്ക് ആണ് തന്നേക്കുന്നതെങ്കിൽ നമ്മൾ സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കും. അതും എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഇപ്പൊ 3 എണ്ണമാണ് പറഞ്ഞത്. എക്സിനും വൈക്കും കുറെ വാല്യൂസ് തന്നിട്ട് നമ്മളോട് പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഈ മെത്തേഡിൽ ചെയ്യും. അതല്ലെങ്കിൽ കുറച്ച് ഡേറ്റ വാല്യൂസ് എക്സിന്റെയും വൈയുടെയും കുറെ വാല്യൂസ് തന്നിട്ട് നമ്മളുടെ റിഗ്രഷൻ ലൈൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഈ മെത്തേഡിൽ ചെയ്യും. ഓക്കെ, ഇനി അതുമല്ല നമ്മൾക്ക് എക്സിന്റെയും വൈയുടെയും റാങ്ക് ആണ് തരുന്നതെങ്കിൽ റാങ്ക് ഉപയോഗിച്ച് സ്പിയർമാൻസ് കോറിലേഷൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വിൽ ഡു ഇറ്റ് ഇൻ ദിസ് വേ. ഇങ്ങനെ 3 എണ്ണമാണ് ജനറൽ ആയിട്ട് വരാവുന്ന എസ്സേ ക്വസ്റ്റ്യൻ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പൊതുവെ അങ്ങനെ ചോദിക്കാൻ എസ്സേയിൽ വരില്ല, എന്നാലും നമ്മൾ റോയുടെ പ്രോപ്പർട്ടീസ് നമ്മളോട് ചോദിക്കാം. റോയുടെ വാല്യൂസ് എങ്ങനെയാണ്, അതിന്റെ സ്കാറ്റർ ഡയഗ്രത്തിന്റെ ഡെഫിനിഷൻ നമ്മളോട് ചോദിക്കാം. ചിലപ്പം എക്സിന്റെയും വൈയുടെയും കുറെ വാല്യൂസ് തന്നിട്ട് ഡ്രോ എ സ്കാറ്റർ ഡയഗ്രം എന്ന് പറയും. ഡ്രോ എ സ്കാറ്റർ ഡയഗ്രം. എങ്ങനെയാണ് നമ്മളൊരു സ്കാറ്റർ ഡയഗ്രം വരയ്ക്കുന്നത്? നമുക്ക് അതൊന്നും ഇവിടെ ട്രൈ ചെയ്ത് നോക്കാം. സപ്പോസ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് എക്സിന് കുറെ വാല്യൂസ് തന്നിട്ടുണ്ട്, മേ ബി 10, 12, 14, 15, 16. വൈക്ക് കുറെ വാല്യൂസ് തന്നിട്ടുണ്ട്, 25, 30, 32, 28, 29 ഇങ്ങനെ തന്നുകൊണ്ടിരിക്കട്ടെ. ഇത് വെച്ചിട്ട് നിങ്ങളോട് ഒരു സ്കാറ്റർ ഡയഗ്രം വരയ്ക്കാൻ പറയുകയാണ്. എന്തായിരുന്നു ഒരു സ്കാറ്റർ ഡയഗ്രം? X values are taken along the x-axis and y values are taken along the y-axis and the points are plotted. ഓർമ്മയുണ്ടോ? സ്കാറ്റർ ഡയഗ്രത്തിന്റെ ഡെഫിനേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സ്കാറ്റർ ഡയഗ്രം ഹെൽപ്സ് us to understand the type of correlation അല്ലേ? അപ്പോൾ അത് വരയ്ക്കാനായിട്ട് ടേക്ക് എക്സ് അലോങ് ദി എക്സ് ആക്സിസ് ആൻഡ് വൈ അലോങ് ദ വൈ ആക്സിസ് ആൻഡ് പ്ലോട്ട് ദ പോയിന്റ്. ഞാൻ ക്ലാസ്സിൽ ഇഷ്ടംപോലെ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്, ഒന്നുകൂടെ പറയുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു റിവിഷൻ പോലെ ആകാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ എക്സിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് നമുക്ക് 0 എഴുതാം. ഇവിടെ 10, അടുത്തത് 12, അടുത്തത് 14, അടുത്തത് 15, അടുത്തത് 16. അതൊക്കെ സ്പേസ് ഒക്കെ കൃത്യമാക്കി ഇട്ടിട്ട് വേണം, ഞാൻ ചുമ്മാ റഫായിട്ട് വരയ്ക്കുന്നതേ ഉള്ളൂ. വൈയുടെ വാല്യൂസ് നമുക്ക് 25 മുതൽ 32 വരെയാണ്. അപ്പൊ 25, 26, 27, 28, 29, 30, 31, 32 ഇങ്ങനെ. ഓക്കെ, അപ്പൊ ലൈനൊക്കെ കൃത്യമായിട്ട് നീട്ടി വരച്ചോണേ. ഇനി എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് ആ പോയിന്റ്സിനെ എക്സ് ഇട്ട് പ്ലോട്ട് ചെയ്യണം. അതായത് ആദ്യത്തെ പോയിന്റ് എന്താണ്? എക്സിന് 10ഉം വൈക്ക് 25ഉം. അതായത് ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എക്സിന് 12ഉം
വൈക്ക് 30യും, എക്സിന് 12ഉം വൈക്ക് 30യും എന്ന് പറഞ്ഞാൽ ഇത്. അടുത്തത് എക്സിന് 14ഉം വൈക്ക് 32ഉം, എക്സിന് 14 വൈക്ക് 32. അടുത്തത് എക്സിന് 15 വൈക്ക് 28, അപ്പൊ ഇവിടെ വരും. അടുത്തത് എക്സിന് 16 വൈക്ക് 29. ഇങ്ങനെ എക്സ് 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 ഇട്ട് നമ്മുടെ ആ പോയിന്റ്സിനെ പ്ലോട്ട് ചെയ്ത് വെക്കുന്ന ഒരു ഡയഗ്രാം ആണ് നമ്മുടെ സ്കാറ്റർ ഡയഗ്രാം. ചിലപ്പോൾ എന്ത് ചോദിക്കും, പ്ലോട്ട് ദ പോയിന്റ്സ് ആൻഡ് കമന്റ് ഓൺ ദ കോറിലേഷൻ എന്നും പറയും. എന്താണ് നിങ്ങൾക്ക് സ്കാറ്റർ ഡയഗ്രാം കണ്ടപ്പം കോറിലേഷനെ പറ്റി തോന്നുന്നത് എന്നും ചോദിക്കാം. നമുക്കറിയാം, നമ്മൾ ക്വിസിനും ചെയ്തതാണ്. ഒരു സ്കാറ്റർ ഡയഗ്രത്തിലെ പോയിന്റ്സ് കണ്ടാൽ നമുക്ക് കോറിലേഷനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഉണ്ടാവണം. എങ്ങനെയായിരുന്നു അത്? നമ്മുടെ സ്കാറ്റർ ഡയഗ്രത്തിലെ പോയിന്റ്സ് ഒക്കെ ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ചുറ്റും എന്ന രീതിയിൽ കുറച്ച് അടുക്കും ചിട്ടയായിട്ടൊക്കെ ഇങ്ങനെയാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയാം. അതല്ല, നമ്മുടെ സ്കാറ്റർ ഡയഗ്രത്തിലെ പോയിന്റ്സ് ഒക്കെ എഗെയിൻ കുറച്ചൊക്കെ അടുക്കും ചിട്ടയോടുകൂടി താഴോട്ട് ഇങ്ങനെയാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയാം. നമ്മുടെ ഈ സ്ക്രീനിൽ ഇപ്പം നമ്മൾ വരച്ച ഗ്രാഫ് നോക്കൂ, അങ്ങനെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ, അവിടെ ഇവിടെയൊക്കെ ചിന്നി ചിതറി കിടക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? നോ കോറിലേഷൻ എന്ന് പറയാം. അതായത് നോ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഓർത്തോണം, സീറോ കോറിലേഷൻ മീൻസ് എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡന്റ്. ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. സോ സീറോ കോറിലേഷൻ എന്ന് പറയുന്നതിന്റെ മറ്റൊരു മീനിങ് ആണ് എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡന്റ്. അപ്പൊ ചിലപ്പോൾ നമുക്ക് ഇതേ സ്കാറ്റർ ഡയഗ്രാം ഡിഫൈൻ ചെയ്യാൻ ചോദിക്കാം. പോസിറ്റീവ് നെഗറ്റീവ് കോറിലേഷൻ എന്താണെന്ന് ചോദിക്കാം. പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ, പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ എന്താന്ന് ചോദിക്കാം. എന്തായിരുന്നു പെർഫെക്റ്റ് പോസിറ്റീവും പെർഫെക്റ്റ് നെഗറ്റീവുമായിട്ടുള്ള കോറിലേഷൻ? നമ്മുടെ എന്താ പറയാ, നമ്മുടെ കയ്യിലെ റോഡ് വാല്യൂ, നമ്മുടെ റോഡ് വാല്യൂ അല്ലെങ്കിൽ കോറിലേഷൻ കോഎഫിഷ്യന്റിന്റെ വാല്യൂ, ഒരു സെക്കൻഡ്, കോറിലേഷൻ കോഎഫിഷ്യന്റ് വാല്യൂ റോ +1 വരുവാണെങ്കിൽ പെർഫെക്റ്റ് പോസിറ്റീവ്. ഓക്കെ, -1 വരുവാണെങ്കിൽ പെർഫെക്റ്റ് നെഗറ്റീവ്. അപ്പൊ ഇതാണ് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷനും പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷനും. അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ പഠിച്ചെടുത്തു എന്നെല്ലാം ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ പോയിന്റ്സിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉറപ്പായിട്ട് നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചോളം ചിലപ്പം കുറച്ചുകൂടി ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വരും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് വെച്ച് തന്നെ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അതിന് നമ്മൾ മെന്റലി റെഡി ആയിരിക്കണം, കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ അതൊന്ന് നോക്കാം. അത് ഒന്നൊന്നായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് അതിന്റെ ആൻസേഴ്സിലോട്ട് പോവാം. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ correlation and causation. Does correlation imply causation? Can two variables which are correlated have a causal relationship? അത് കാഷ്വൽ എന്നല്ല എഴുതിയേക്കുന്നത്, causal എന്നാണ്, CAUSAL. Causal relationship with one another. If not, give examples. ഇത് ഒരു പുതിയ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാത്തൊരു കൺസെപ്റ്റ് ആണ്, പക്ഷെ എക്സാം ക്വസ്റ്റ്യൻസിൽ വന്നേക്കാം എന്നൊരു സംശയം തോന്നിയതുകൊണ്ട് ഞാൻ പറയാണ്. കോറിലേഷൻ നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് കോറിലേഷൻ? കോറിലേഷൻ is defined as the degree of linear relationship between two variables x and y. അതാണ് കോറിലേഷൻ. അപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്താ പറയുക, എഡ്യൂക്കേഷനും ഇൻകവും തമ്മിൽ പോസിറ്റീവ് കോറിലേഷൻ ഉണ്ട് എന്ന് നമുക്കറിയാം. മേ ബി നമ്മൾ പല എക്സാമ്പിൾസ് പറഞ്ഞ പോലെ എന്താ പറയാ, ബോഡി വെയ്റ്റും ഡയബറ്റീസും തമ്മിൽ ഒരു പോസിറ്റീവ് കോറിലേഷൻ ഉണ്ട്. പിന്നെ സ്ട്രെസ്സും സ്ലീപ്പിംഗ് ടൈമും തമ്മിൽ നെഗറ്റീവ് കോറിലേഷൻ ഉണ്ട് അല്ലെ. സ്ട്രെസ് കൂടിയാൽ നമുക്ക് ഉറക്കം കുറയും. അപ്പൊ സ്ട്രെസ്സും സ്ലീപ്പിംഗ് ടൈമും തമ്മിൽ നമുക്ക് നെഗറ്റീവ് കോറിലേഷൻ ഉണ്ട്. ഇങ്ങനെ നമുക്ക് കോറിലേഷൻ എന്ന് പറയുന്നത് രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻ ആണ്. എന്തെങ്കിലും അവർ തമ്മിലൊരു റിലേഷൻ ഉണ്ടോ എന്നത് മാത്രമാണ് കോറിലേഷൻ. വേറൊരു കൺസെപ്റ്റ് ഉണ്ട് വിച്ച് ഇസ് കോൾഡ് കോസേഷൻ. കോസേഷൻ എന്ന് പറഞ്ഞ വേർഡിൽ തന്നെ അതിന്റെ മീനിങ് ഉണ്ട്.
കോസേഷൻ എന്ന് പറഞ്ഞാൽ വൺ ഫാക്ടർ കോസസ് ദി അനദർ, കോസസ് ദ നെക്സ്റ്റ് ഫാക്ടർ. ഇവിടെ റിലേഷൻ അല്ല, നമ്മുടെ ഒരു ഫാക്ടർ മറ്റൊരു ഫാക്ടറിനെ കോസ് ചെയ്യുന്നു. ഇഫ് വൺ ഫാക്ടർ കോസസ് ദ നെക്സ്റ്റ് ഫാക്ടർ, then the relation is called causation, or it measures whether one factor causes the next factor. കോറിലേഷനും കോസേഷനും രണ്ടും ഡിഫറെന്റ് ആണ്. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം, ഇപ്പോ സ്മോക്കിങ്ങും ലങ് ക്യാൻസർ ഇത് രണ്ട് വേരിയബിൾസ് ആണ്. ഇത് തമ്മില് കോസേഷനും ഉണ്ട്, ശരിയല്ലേ? സ്മോക്കിംഗ് ലങ് ക്യാൻസർ കോസ് ചെയ്യുകയും ചെയ്യും. സ്മോക്കിംഗ് ഹാബിറ്റും ലങ് ക്യാൻസറിന്റെ പ്രസൻസോട് നമ്മൾ കോറിലേറ്റ് ചെയ്താൽ തമ്മിലൊരു റിലേഷൻ. അപ്പൊ ചില വേരിയബിൾസ് തമ്മിൽ കോറിലേഷനും കോസേഷനും ഒരേപോലെ കാണും. പക്ഷേ കോറിലേഷൻ എപ്പോഴും കോസേഷൻ ആകണം എന്നില്ല. എന്ന് വെച്ചാൽ രണ്ട് ബന്ധമുള്ള വേരിയബിൾസ് തമ്മിൽ ഒന്ന് മറ്റേതിന് കാരണമാകണം എന്നില്ല. കോസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ മറ്റൊരു വേരിയബിളിന് കാരണമാകുന്നു എന്നാണ് അർത്ഥം. അപ്പൊ കോറിലേഷനും കോസേഷനും റിലേറ്റഡ് ആണ്, പക്ഷേ കോറിലേഷൻ ഡസ് നോട്ട് ഇംപ്ലൈ കോസേഷൻ. പിടികിട്ടിയോ? ഇപ്പൊ സ്മോക്കിങ്ങിന്റെ കേസിൽ സ്മോക്കിങ്ങും ലങ് ക്യാൻസറും കോറിലേറ്റഡും ആണ്, കോസേഷനും ഉണ്ട്. ഇവിടെ രണ്ടും ഉണ്ട്. പക്ഷെ ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. സപ്പോസ് നമ്മളിപ്പം സെയിൽ ഓഫ് ഐസ്ക്രീമാണ് ഒരു വേരിയബിൾ. ഓക്കെ, സെയിൽ ഓഫ് ഐസ്ക്രീം ഒരു വേരിയബിൾ ആണ്. എക്സ് എന്ന് പറയുന്നത് ഇതാണ്. വൈ എന്ന് പറയുന്നത് ഡ്രൗണിങ് ഡെത്ത് ആണ്. ഡ്രൗണിങ് ഡെത്ത്, സെയിൽ ഓഫ് ഐസ്ക്രീമും ഡ്രൗണിങ് ഡെത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മുങ്ങി മരിക്കുക. ഈ രണ്ട് വേരിയബിൾസ് എടുത്തിട്ട് നമ്മൾ ഇവർ തമ്മിലുള്ള ഒരു കോറിലേഷൻ എടുത്താൽ ഉറപ്പായിട്ട് നമുക്കൊരു പോസിറ്റീവ് കോറിലേഷൻ കിട്ടും. അതായത് എക്സും വൈയും തമ്മിൽ ഒരു പോസിറ്റീവ് കോറിലേഷൻ കിട്ടും. എന്ന് വെച്ചാൽ സെയിൽ ഓഫ് ഐസ്ക്രീം ഡ്രൗണിങ് ഡെത്ത് തമ്മിൽ പോസിറ്റീവ് കോറിലേഷൻ കിട്ടും. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പറയാമോ? ഈ സെയിൽ ഓഫ് ഐസ്ക്രീം കൂടുമ്പം ഡ്രൗണിങ് ഡെത്തും കൂടും, അതാണല്ലോ അതിന്റെ അർത്ഥം. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഈ രണ്ട് കാര്യങ്ങളും സമ്മറിൽ ചാൻസ് കൂടിയ സാധനങ്ങളാണ് അല്ലെ? വേനൽക്കാലത്ത് ആൾക്കാര് ഐസ്ക്രീമും കൂടുതൽ വാങ്ങിക്കും, വേനൽക്കാലത്ത് ആൾക്കാർ കൂടുതൽ സ്വിമ്മിങ്ങിന് പോവുകയും ചെയ്യും. അതുകൊണ്ട് സെയിൽ ഓഫ് ഐസ്ക്രീമും ഡ്രൗണിങ് ഡെത്തും എന്ന രണ്ട് വേരിയബിൾ എടുത്താൽ അവർ തമ്മിൽ പോസിറ്റീവ് കോറിലേഷൻ ആണ്. പക്ഷേ എക്സും വൈയും തമ്മിൽ കോസേഷൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കോസേഷൻ എന്ന് വെച്ചാൽ എന്താ? എക്സ് വൈക്ക് കാരണമാകണം. ഇവിടെ എക്സും വൈയും തമ്മിൽ കോറിലേഷൻ ഉണ്ട്, പക്ഷേ കോസേഷൻ ഇല്ല. ഇത് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നതിന്റെ ഒരു ആൻസറും കൂടാണ്. ഇപ്പൊ ക്വസ്റ്റ്യനിലോട്ടൊന്ന് തിരിച്ചുപോയി. എന്തൊക്കെയാ ചോദിച്ചേക്കുന്നത്? ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ correlation and causation. Does correlation imply causation? Can two variables which are correlated have a causal relationship with one another? If not, give examples. ഇതൊരു essay question ആണ്, കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഒന്നൊന്നായിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ കോറിലേഷൻ ആൻഡ് കോസേഷൻ. അപ്പൊ എന്ത് പറയും എൻ്റെ ആൻസർ? Correlation is defined as the degree of linear relationship between two variables x and y. അതാണ് കോറിലേഷന്റെ ഡെഫിനിഷൻ. Causation means one factor x causes the next factor y. അതാണ് causation എന്ന് വെച്ചാൽ. One factor x causes the next factor y. They are two different concepts. ഇനി does correlation imply causation? No, correlation need not imply causation. ഒരെണ്ണം ഇംപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ എന്താ? എല്ലാ കോറിലേറ്റഡ് വേരിയബിൾസും തമ്മിൽ കോസേഷൻ ഉണ്ടാവണം. അങ്ങനെ അല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? കോറിലേഷൻ ഡസ് നോട്ട് ഇംപ്ലൈ കോസേഷൻ. അതിന്റെ ആൻസർ അതാണ്. അടുത്തത്, can two variables which are correlated have a causal relationship? രണ്ട് കോറിലേറ്റഡ് വേരിയബിൾസിന് കോസേഷനും ഉണ്ടാകുമോ? ഓഫ് കോഴ്സ്. ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ യെസ്. ടു കോറിലേറ്റഡ് വേരിയബിൾസ് ക്യാൻ ഹാവ് കോസേഷൻ റിലേഷൻഷിപ്പ്. അതിന്റെ എക്സാമ്പിൾ എന്താണ്? സ്മോക്കിങ്ങും
ലങ് ക്യാൻസറും. ഫോർ എക്സാമ്പിൾ സ്മോക്കിംഗ് ആൻഡ് ലങ് ക്യാൻസർ. അതാണ് അതിൻ്റെ ആൻസർ. ഇനിയും ഇഫ് നോട്ട് ഗീവ് എക്സാമ്പിൾസ് എന്ന് വെച്ചാൽ അങ്ങനെ പറ്റില്ല, അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ അതിനും എക്സാമ്പിൾ തരാം. അപ്പൊ നമ്മൾ എന്ത് എഴുതണം? കൺസിഡർ ദി എക്സാമ്പിൾ വേർ എക്സ് sale of ice cream and y is number of drowning deaths. X and y might have a positive correlation, but X does not cause Y. That is, X and Y will have a correlation, but X and Y does not have a causal relationship. ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം നമ്മൾ ഒരു പുതിയ കൺസെപ്റ്റ് കയറി വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ബാക്കി ഇനിയുള്ളതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഇത് ചിലപ്പം കോസേഷനും കോറിലേഷനും ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിൽ കോസേഷനും കോറിലേഷനും രണ്ടും എക്സിസ്റ്റ് ചെയ്യുന്ന എക്സാമ്പിൾ ആണ് സ്മോക്കിങ്ങും ലങ് ക്യാൻസറും. കോറിലേഷൻ ഉണ്ട് പക്ഷെ കോസേഷൻ ഇല്ല എന്നതിന്റെ എക്സാമ്പിൾ ആണ് എക്സ് സെയിൽ ഓഫ് ഐസ്ക്രീമും വൈ ഡ്രൗണിങ് ഡെത്തും. ഓക്കെ, അപ്പൊ ഇത് ഒന്ന് പഠിച്ചു വെച്ചേക്കണം. അപ്പൊ ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. ഗോയിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സാമിൻ ദ യൂസ്ഫുൾനെസ് ഓഫ് Spearman's rank correlation coefficient in real life situations where data is not measured on a precise numerical scale. നമ്മൾ ഓൾറെഡി അറിയാം സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ഡേറ്റ വാല്യൂസ്, എക്സിന്റെയും വൈയുടെയും ഡേറ്റ വാല്യൂസ് നമ്മുടെ കയ്യിൽ ഇല്ലാത്തപ്പോഴാണ് നമ്മൾ അതിന് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് യൂസ് ചെയ്യുന്നത്. ചിലപ്പം എന്തായിരിക്കും റീസൺ? ആ ഡേറ്റ വാല്യൂസ് നമുക്ക് മെഷർ ചെയ്യാൻ ഇല്ലാത്തതായിരിക്കാം. റാങ്ക് മാത്രമേ ഉള്ളൂ, ഡേറ്റ വാല്യൂസ് ഇല്ല. അല്ലെങ്കിൽ എന്തായിരിക്കും? പാടാനുള്ള കഴിവ്, ഡാൻസ് കളിക്കാനുള്ള കഴിവ് എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് റാങ്ക് മാത്രമേ കയ്യിലുള്ളൂ, ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കാം, റാങ്ക് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഏത് സിറ്റുവേഷനിലും സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ അവിടെ എന്ത് ആൻസർ ചെയ്യും ഈ ക്വസ്റ്റിന്? ഇവിടെ വാട്ട് യു ക്യാൻ ആൻസർ ഇസ് ആദ്യം സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് ഡെഫിനിഷൻ എഴുതണം. Spearman's rank correlation coefficient is used when the actual data values are not available and when ranks are available. നമ്മൾ അതിന് നോട്ടിനകത്ത് അത് എഴുതിയിട്ടുണ്ടാവും. അതിന് കംപ്ലീറ്റ് ഡെഫിനിഷൻ എഴുതണം. എന്നിട്ട് എന്ത് എഴുതണം? ദിസ് ക്യാൻ ബി യൂസ്ഡ്. എങ്ങനെയാണ്, ഏതൊക്കെ സമയത്താണ് യൂസ് ചെയ്യുന്നത്? ദിസ് ക്യാൻ ബി യൂസ്ഡ് ഇൻ സിറ്റുവേഷൻസ് വെയർ ദിസ് ക്യാൻ ബി യൂസ്ഡ് ഇൻ situations where the actual data values are missing. The actual data values are missing. അല്ലെങ്കിൽ are absent എന്ന് മതി, missing വേണ്ട. Our values are absent and ranks are available. And ranks are available. അതിൻ്റെ കൂടെ നമുക്ക് ഒന്നും കൂടെ പറയാം. എന്താ നമ്മൾ നേരത്തെ പറഞ്ഞത്? നമുക്ക് എന്താ പറയുക, ക്വാളിറ്റേറ്റീവ് അല്ലെങ്കിൽ ചില ക്വാളിറ്റേറ്റീവ് സിറ്റുവേഷൻസിലും നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഇറ്റ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് in cases where actual measurement of variables is not possible. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു എക്സാമ്പിളൂടെ കൊടുത്താൽ കംപ്ലീറ്റ് ആൻസർ ആയി. എക്സാമ്പിൾ എന്താണ്? എക്സ് എന്ന് പറയുന്നത് ഒരാളുടെ സിംഗിങ്ങിന്റെ കേപ്പബിലിറ്റി, വൈ എന്ന് പറയുന്നത് ഒരാളുടെ ഡാൻസിങ്ങിന്റെ കേപ്പബിലിറ്റി. അതൊന്നും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല അല്ലെ, ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അടുത്തത് ഒരു ഡിഫറെന്റ്, നമ്മൾ പഠിച്ച സംഗതി തന്നെയാണ്, പക്ഷെ വേർഡിങ് ഡിഫറെന്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ അത് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വിചാരിച്ചത്. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം: അസസ് ഓർ ഇവാലുവേറ്റ്. ഇവിടെ ഒരു എക്സാമ്പിൾ ആണ്. ആ എക്സാമ്പിളിലെ ഒരു വേരിയബിൾ എന്താണ്? എഫക്റ്റീവ്നെസ് ഓഫ് മാർക്കറ്റിംഗ്. അസസ് ഓർ ഇവാലുവേറ്റ് എഫക്റ്റീവ്നെസ് ഓഫ് മാർക്കറ്റിംഗ് എക്സ്പെൻഡിച്ചർ ഇൻ ഡ്രൈവിംഗ് സെയിൽസ് റവന്യൂ. രണ്ട് വേരിയബിൾസ് ആണ്. ഒന്ന്
എന്തിന്റെ എഫക്റ്റീവ്നെസ് ആണ്? അസസ് ഓർ ഇവാലുവേറ്റ് ദി എഫക്റ്റീവ്നെസ് ഓഫ് മാർക്കറ്റിംഗ് എക്സ്പെൻഡിച്ചർ ഇൻ ഡ്രൈവിംഗ് സെയിൽസ് റവന്യൂ. മാർക്കറ്റിംഗ് എക്സ്പെൻഡിച്ചർ സെയിൽസ് റവന്യൂവിനെ എത്രമാത്രം ഡ്രൈവ് ചെയ്യും, എത്രമാത്രം പ്രൊമോട്ട് ചെയ്യും എന്നുള്ളതിന്റെ എഫക്റ്റീവ്നെസ് എങ്ങനെ പഠിക്കാനാ ചോദിച്ചേക്കുന്നത്? അസസ് യൂസിങ് റിഗ്രഷൻ അനാലിസിസ്. ഇത് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം. ചിലപ്പോൾ നിങ്ങളോട് അസസ് ദി എഫക്റ്റീവ്നെസ് ഓഫ് മാർക്കറ്റിംഗ് എക്സ്പെൻഡിച്ചർ ഇൻ ഡ്രൈവിംഗ് റവന്യൂ സെയിൽസ് എന്ന് വരാം, അല്ലെങ്കിൽ ഇവാലുവേറ്റ് എന്ന് പറഞ്ഞ വേർഡ് ഉപയോഗിച്ച് വരാം. അവിടെ എല്ലാം യൂസിങ് റിഗ്രഷൻ അനാലിസിസ് എന്ന് കാണും. ഇങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: ഈ ഡേറ്റ വെച്ചിട്ട് ആദ്യത്തെ വേരിയബിളിന് എക്സ് എന്നും രണ്ടാമത്തെ, കാരണം ആദ്യത്തെ ഇവിടുത്തെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ മാർക്കറ്റിംഗ് എക്സ്പെൻഡിച്ചർ ആണ്, അത് സെയിൽസ് റവന്യൂവിനെ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യും അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അത് നമുക്ക് y എന്ന് കൊടുക്കാം. അങ്ങനെ എക്സിനെ വൈഡൻ ഡേറ്റ വെച്ചിട്ട് ഫൈൻഡ് ദ ലൈൻ y ഓൺ എക്സ്. y ഓൺ എക്സ് എന്ന് പറയുന്ന റിഗ്രഷൻ ലൈൻ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഇതാണ്. y ഓൺ എക്സ് എന്ന് പറഞ്ഞ ലൈൻ എന്തായിരുന്നു? y ഓൺ എക്സിന്റെ ഇക്വേഷൻ y minus y bar is equal to covariance of xy divided by sigma x square into x minus x bar. ഈ ഫോർമുല യൂസ് ചെയ്ത് ബാറും y ബാറും കൊവേരിയൻസും ഒക്കെ വെച്ചിട്ട് ഈ ലൈൻ കണ്ടുപിടിക്കണം. ഓക്കെ, ഈ ലൈൻ കണ്ടുപിടിച്ചു കഴിയുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷൻ എങ്ങനെയായിരിക്കും? y is equal to ഏതെങ്കിലും, സപ്പോസ് ഒരു എക്സാമ്പിൾ ആണ് 4x plus 3 എന്ന് കിട്ടിയെന്നിരിക്കട്ടെ. കണ്ടുപിടിക്കുന്നതിനെയാണ് ഇവാലുവേറ്റ് ദ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് ജസ്റ്റിഫൈ യുവർ ഫൈൻഡിങ്സ് എന്നും കൂടെ ഉണ്ട്. ജസ്റ്റിഫൈ യുവർ ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടിയല്ലോ, ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ വൈയുടെ വാല്യൂസ് ഒന്ന് കണ്ടുപിടിക്കണം. അതായത് ഈ ഇക്വേഷനകത്ത് എക്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വൈ വാല്യൂസ് കിട്ടും. നമുക്കൊരു ഇക്വേഷൻ കിട്ടി, ഈ നമ്മുടെ കയ്യിൽ കുറെ എക്സ് വാല്യൂസ് ഉണ്ട്, അവര് തന്ന വൈ വാല്യൂസും ഉണ്ട്. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഇക്വേഷൻ ഉപയോഗിച്ചും കൂടി നമ്മൾ വൈ വാല്യൂസ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? ഈ ഇക്വേഷനകത്തോട്ട് നമ്മുടെ എക്സിന്റെ ഓരോരോ വാല്യൂ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇക്വേഷനകത്തോട്ട് എക്സിന് 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? y is equal to 4 into 10 plus 3. അത് എത്രയാണ്? 43. ഇത് ചുമ്മാ തെറ്റാണ് കേട്ടോ. ഇത് തെറ്റായിട്ട് വരുന്നത് ഞാൻ വെറുതെ ഉണ്ടാക്കിയ ഇക്വേഷൻ ആയതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ട് അതിനകത്ത് ഇതേപോലെ എക്സിന്റെ ഓരോ വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈയും കൂടെ കണ്ടുപിടിച്ചു വെച്ചാൽ യു വിൽ ഗെറ്റ് ഫുൾ മാർക്സ്. ജസ്റ്റിഫൈ യുവർ ഫൈൻഡിങ്സ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, ജസ്റ്റിഫൈ യുവർ ഫൈൻഡിങ്സ് എന്ന് ഇല്ലെങ്കിൽ നമ്മൾ ഇക്വേഷൻ കണ്ടുപിടിച്ചാൽ മാത്രം മതി. അപ്പൊ ഇത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തായിരിക്കും? റിഗ്രഷൻ അനാലിസിസ് യൂസ് ചെയ്യാൻ ഫൈൻഡ് ദി ഇക്വേഷൻ ടു ദ റിഗ്രഷൻ ലൈൻ എന്ന് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പറയുന്നതിന് പകരം വേറൊരു വേർഡിങ് യൂസ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇവാലുവേറ്റ് എന്തെങ്കിലും ഒരു കാര്യം ബിറ്റ്വീൻ 2 വേരിയബിൾസ് യൂസിങ് റിഗ്രഷൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ വാട്ട് യു ഹാവ് ടു ഡു ഇസ് y ഓൺ എക്സ് എന്ന് പറഞ്ഞ ഇക്വേഷൻ കണ്ടുപിടിക്കുക, അതിനകത്ത് എക്സിന്റെ ഓരോ വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള y കണ്ടുപിടിക്കുക. അപ്പൊ 4 into 11 plus 3, അതായത് 44 plus 3 47. ഇങ്ങനെ ഓരോരോ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈയുടെ കണ്ടുപിടിച്ച് വെച്ചാൽ യു വിൽ ഗെറ്റ് ഫുൾ മാർക്സ്. അപ്പൊ അതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അടുത്തത് എഗെയിൻ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ വേറൊരു വേ ഓഫ് ക്വസ്റ്റ്യനിങ് രീതി വേറെയാണ്. നോക്ക് എന്താന്ന്. Create a scatter diagram to study the correlation between height and weight of individuals. Based on your diagram, explain the relationship between height and weight. അതായത് നിങ്ങളോട് ഡേറ്റ ഒന്നും തന്നിട്ടില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. Create a scatter diagram to study between height and weight of individuals. Based on your diagram, നിങ്ങളൊരു ഡയഗ്രാം ആദ്യം ഉണ്ടാക്കണം. അതിനെ ബേസ് ചെയ്ത് ഹൈറ്റും വെയിറ്റും തമ്മിൽ എന്തായിരിക്കും റിലേഷൻ എന്ന് വെറുതെ എഴുതണം. എന്റെ പൊന്നു പിള്ളേരെ, ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ പരമ എളുപ്പമാണ്. വെറുതെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇഷ്ടത്തിന്, നമുക്ക് അതൊന്ന് ഊഹിച്ചു നോക്കണം, ഹൈറ്റും വെയിറ്റും. അപ്പൊ ഉറപ്പായിട്ടും ഹൈറ്റ് കൂടിയാൽ വെയിറ്റ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതൊന്ന് മനസ്സിൽ വെച്ചിട്ട് എക്സ് എന്ന് പറയുന്നതിന് ഹൈറ്റ് എന്ന് എടുക്കുക, y വെയിറ്റ് എടുക്കുക, എന്നിട്ട്
ഹൈറ്റിനും വെയിറ്റിനും കുറച്ച് വാല്യൂസ് കൊടുക്കുക. ഓക്കെ, ഹൈറ്റ് നമുക്കൊരു റിയാലിറ്റി ബേസ്ഡ് വാല്യൂസ് ആയിരിക്കണം. ഹൈറ്റ് എന്ന് പറയുന്നത് മേ ബി സെന്റിമീറ്റേഴ്സിൽ എടുക്കാൽ ഒരു 120, 130, 140, 150, 160 ഇങ്ങനെ 5 വാല്യൂസ് കൊടുക്കുക. അതനുസരിച്ച് വെയിറ്റും ഒരു ഏകദേശം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം. 120 എന്ന് വെച്ചാൽ ഒരു ചെറിയ കുട്ടിയായിരിക്കും, അപ്പോൾ ഒരു 30 കിലോ, ഇതൊരു 35 കിലോ, ഇത് 140, ഇടയ്ക്കൊരു ഇതൊരു 45 കിലോ, ഇതൊരു 60 കിലോ, ഇതൊരു 70 കിലോ. ഇങ്ങനെ കുറച്ച് വലിയ കോംപ്ലിക്കേഷൻ ഒന്നും വേണ്ട. സിമ്പിൾ ആയിട്ട് കുറച്ച് വാല്യൂസ് എടുക്കുക, ഒരു ഗ്രാഫ് വരയ്ക്കുക. ആ ഗ്രാഫിനകത്ത് നമ്മളെടുത്ത പോയിന്റ്സ് എക്സ് എന്താണ് 120, 130, 140, 150, 160. അടുത്തത് ഇത് ഇവിടുന്ന് വരുന്നത് 30, 35, 45. സ്പേസ് ഒക്കെ കറക്റ്റ് ആയിരിക്കണേ. 35 കഴിഞ്ഞ് 30, 30 അല്ലെങ്കിൽ 30, 40 എന്നങ്ങ് എടുത്താൽ മതി. 30, 40, 50, 60, 70. ഈ പോയിന്റ്സിനെ പ്ലോട്ട് ചെയ്യുക. ആദ്യത്തെ പോയിന്റ് എന്താ 120, 30. 120, 30. അടുത്തത് 130, 35. അടുത്തത് 140, 45. അടുത്തത് 150, 60. അടുത്തത് 160, 70. നോക്ക്, നമ്മൾ എടുക്കുന്ന പോയിന്റ്സ് അനുസരിച്ചായിരിക്കും ആ ഗ്രാഫ് വരുന്നത്. അതിനെ പ്ലോട്ട് ചെയ്യുക. ഇത് കണ്ടാൽ അറിയാം എന്താണ് നമ്മളുടെ ഡേറ്റ അനുസരിച്ച് ഇത് പോസിറ്റീവ് കോറിലേഷൻ ആണ്. അപ്പൊ എന്തെഴുതണം? എക്സ്പ്ലെയിൻ ദ പോസിബിൾ റിലേഷൻഷിപ്പ്. അതിനകത്ത് എഴുതണം ലീനിയർ റിലേഷൻഷിപ്പ് ആണ് അല്ലെ, കാരണം ഒരു സ്ട്രെയിറ്റ് ലൈനിലല്ലേ കിടക്കുന്നത്. ഇത്രയേ ഉള്ളൂ. നമ്മൾ എടുക്കുന്ന വാല്യൂസ് ഒന്ന് കൂടുമ്പോൾ മറ്റേതും കൂടുന്ന പോലെ ആയിരിക്കണം എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് പോസിറ്റീവ് ആയിട്ട് തന്നെ വരും. ഒരു ചെറിയതായിട്ടൊന്ന് ആലോചിച്ചിട്ടേ എടുക്കാവുള്ളൂ. പോസിറ്റീവ് ആയിരിക്കോ നെഗറ്റീവ് ആയിരിക്കോ എന്നൊന്ന് ആലോചിച്ചിട്ട് വേണം ഡേറ്റ എടുക്കാൻ കേട്ടോ. നമ്മുടെ ഈ എക്സാമ്പിളില് ഹൈറ്റും വെയിറ്റും ആയതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും, കാരണം ഹൈറ്റ് കൂടുമ്പോൾ വെയിറ്റ് കൂടും. അതനുസരിച്ച് പോയിന്റ്സ് പ്ലോട്ട് ചെയ്യുക. എന്നിട്ട് അതൊരു ലൈനിന്റെ പോലെ കിടക്കുകയാണെങ്കിൽ there exists a linear relationship എന്ന് എഴുതുക. അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്ത് വേരിയബിൾ ആയിരിക്കും വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഏത് വേരിയബിൾ ആണോ വരുന്നത് അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ചിട്ട് വേണം അതിന്റെ വാല്യൂസ് തന്നെത്താനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കേട്ടോ. നമ്മൾ ക്ലാസ്സിൽ ഒത്തിരി എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏതെങ്കിലുമൊക്കെ തന്നെ ഒക്കെ വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. സപ്പോസ് എഡ്യൂക്കേഷനും അല്ലെങ്കിൽ എഡ്യൂക്കേഷനും ഇൻകം ആണെങ്കിൽ എന്ത് ചെയ്യും? എഡ്യൂക്കേഷൻ നിങ്ങൾ 1, 2, 3, 4, 5. 1 എന്ന് പറഞ്ഞാൽ 10th, 2 എന്ന് പറഞ്ഞാൽ അങ്ങനെ എങ്ങാനും കൊടുക്കുക. ഇൻകത്തിന് അതനുസരിച്ച് എഡ്യൂക്കേഷൻ കൂടുമ്പോൾ ഇൻകം കൂടും എന്നുള്ള രീതിയിൽ ഇൻകം കൂട്ടി കൂട്ടി കൊണ്ടുപോവാം. സപ്പോസ് നേരത്തെ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ച് എന്തായിരുന്നു, മേ ബി നമ്മൾ എന്ത് എക്സാമ്പിളാണ് പറഞ്ഞത്? സ്മോക്കിങ്ങും ലങ് ക്യാൻസറും ആണ്. സ്മോക്കിങ്ങിന് ലെവൽ സ്മോക്ക് അങ്ങനെ വരാൻ വഴിയില്ല. നിങ്ങൾക്ക് ഇങ്ങനെ മെഷറബിൾ വേരിയബിൾസ് ആയിരിക്കും വരുന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന വേരിയബിള് പറ്റി ഒന്ന് ചിന്തിച്ചിട്ടേ ചെയ്യാവൂ. ഏത് റിലേഷൻ ആയിരിക്കും എന്നൊന്ന് ഊഹിച്ചിട്ട് അതനുസരിച്ച് വാല്യൂസ് എടുക്കുക. സപ്പോസ് നിങ്ങളോട് എഡ്യൂക്കേഷനും ഹൈറ്റും എന്നാണ് തന്നേക്കുന്നതെങ്കിൽ എന്താണ് ഒരാളുടെ എഡ്യൂക്കേഷൻ അനുസരിച്ച് അയാളുടെ ഹൈറ്റ് മാറില്ലല്ലോ. അവിടെ നിങ്ങൾക്ക് തോന്നിയ പോലെ വാല്യൂസ് എടുക്കുക. അതായത് ഒന്ന് കൂടുമ്പോൾ മറ്റേത് കൂടുകയും വേണ്ട കുറയും വേണ്ട, ആ രീതിയിൽ എടുക്കുക. ഓക്കെ, അടുത്ത നോക്ക്. ക്രിയേറ്റ് എ ഡേറ്റ ടേബിൾ ഷോയിങ് എ നെഗറ്റീവ് കോറിലേഷൻ ബിറ്റ്വീൻ വേരിയബിൾസ്. Draw a rough scatter diagram and explain the relationship. Create a data table showing a negative correlation between variables. Negative correlation എന്തായിരുന്നു? എക്സ് കൂടുമ്പം വൈ കുറയണം. ഇവിടെ നിങ്ങളോട് എക്സാമ്പിൾ ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പൊ എക്സിനെയും വൈയും ഡിഫൈൻ ചെയ്യൊന്നും വേണ്ട. ചോദിച്ചേക്കുന്ന എന്തേ ഉള്ളൂ, ഒരു ടേബിൾ ഉണ്ടാക്കുക. ആ ടേബിളിൽ നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എക്സിന് 10, 20, 30, 40, 50 എന്ന് കൊടുത്താൽ ഇവിടെ നിങ്ങൾക്ക് നേരെ തിരിച്ച് എക്സ് കൂടുമ്പോൾ വൈ കുറയണ്ടേ? 50, 40, 30, 20, 10 ഇങ്ങനെ എഴുതിയാൽ മതി. അപ്പൊ നോക്ക്, എക്സ് കൂടുമ്പോൾ വൈ കുറയല്ലേ? അപ്പൊ നെഗറ്റീവ് കോറിലേഷൻ ആണ്. ഇത് വെച്ചിട്ട് ഒരു സ്കാറ്റർ ഡയഗ്രാം വരയ്ക്കുക. നേരത്തെ ചെയ്ത പോലെ എക്സിന്റെ വാല്യൂസ് എക്സ് ആക്സിസിലും വൈയുടെ വാല്യൂസ് നോക്കി എന്ത് വരുമെന്ന്. 10, 20, 30, 40, 50. ഇവിടെ അഗെയിൻ 10, 20, 30, 40, 50. 10 ആകുമ്പോൾ 50, 20 ആകുമ്പോൾ 40, 30 ആകുമ്പോൾ 30,
40 ആകുമ്പോൾ 20, എന്താകണ്ടോ നെഗറ്റീവ് കോറിലേഷൻ. എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ്. നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആണെന്ന് ഓൾറെഡി പറയാം. നമുക്ക് ഒരു കാര്യം കൂടെ പറയാം. ലൈൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ദർ എക്സിസ്റ്റ് ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. കാരണം ഇവിടെ തിരിഞ്ഞ ലൈൻ ആണെങ്കിൽ ലൈൻ ആണല്ലോ. അപ്പൊ റിലേഷൻഷിപ്പിനെ പറ്റി ആകെ പറയാൻ പറ്റുന്നത് ദർ എക്സിസ്റ്റ് ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്. അടുത്ത എന്താണ്? ഇതിന്റെ തന്നെ മറ്റൊരെണ്ണം, ക്രിയേറ്റ് എ ഡേറ്റ ടേബിൾ ഷോയിങ് പോസിറ്റീവ് കോറിലേഷൻ. പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത് എന്താ? എക്സ് കൂടുമ്പോൾ വൈയും കൂടണം. അപ്പൊ എക്സിന് 10, 20, 40, 50. വൈക്ക് അതേ വാല്യൂ തന്നെ കൊടുത്താലും തെറ്റൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈക്ക് 5, 15, 25, 35, 45 ഇങ്ങനെ കൊടുക്കാം. എക്സ് കൂടുമ്പോൾ വൈയും കൂടണം. ഇതിന്റെ ഗ്രാഫ് വരയ്ക്കും. ഇതിന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലൈൻ കിട്ടും. അപ്പൊ എന്ത് പറയണം? The correlation is positive, there exists a linear relationship എന്ന് പറയണം. ഇനി നമുക്ക് ഒരു കേസും കൂടെ വെറുതെ വേണേ നോക്കാം. ഇതിന്റെ തന്നെ നമുക്ക് വേറൊരെണ്ണം നോക്കിയാലോ? ഈ പോസിറ്റീവ് കോറിലേഷനും നെഗറ്റീവ് കോറിലേഷനും അല്ലാതെ ഇൻഡിപെൻഡന്റ് വേരിയബിൾസിനെ പറ്റി ചോദിച്ചാൽ എന്ത് പറയും? ഷോ എ സീറോ കോറിലേഷൻ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? അപ്പൊ എന്ത് ചെയ്യണം? എക്സിന് തോന്നിയ പോലെ വാല്യൂസ്, എക്സിന് ഫിക്സ്ഡ് വാല്യൂസ് 10, 20, 30, 40 എന്ന് വാല്യൂസ് എടുക്കുക. വൈക്ക് 10ന് 50 കൊടുക്കുക, 20ക്ക് 5 കൊടുക്കുക, 30ക്ക് 40 കൊടുക്കുക, 40ക്ക് 10 കൊടുക്കുക. ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഒന്ന് കൂടുമ്പോൾ മറ്റേത് കൂടുകയാണെങ്കിൽ അടുത്തതിന് തീരെ കുറവ് കൊടുക്കണം, അടുത്തതിന് കൂടുതൽ കൊടുക്കണം, അടുത്തതിന് കുറവ് കൊടുക്കണം. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്രാഫിനകത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോയിന്റ്സ് വരും. അപ്പൊ നമുക്ക് എന്ത് പറയാം? there exists no relationship എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് കോറിലേഷൻ എന്ന് വരാൻ ചാൻസ് ഉള്ള കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ഗോ ത്രൂ ദീസ് ക്വസ്റ്റ്യൻസ്, ലേൺ ദ ക്വസ്റ്റ്യൻസ്, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യും. ഭയങ്കര ടഫ് ആവില്ല, പക്ഷെ ഇതേപോലെ എന്തെങ്കിലും 1-2 ക്വസ്റ്റ്യൻസ് എങ്കിലും ഇങ്ങനെ കൊനിഷ്ഠ ആയിട്ടൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങൾ കേട്ടിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ഫോർ ദ എക്സാംസ്.